കോൺഗ്രസ് ഹൈക്കമാൻഡ് KPCCക്ക് കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നു. തരൂരിനെ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് അടുപ്പിക്കരുത്. അഥവാ അടുത്താൽ പിന്നെ കോൺഗ്രസ് ഓർമ്മ മാത്രമാണ്. പക്ഷേ നമ്മുടെ തരൂർ സാർ ഇതൊന്നും കേട്ട ഭാവമില്ല. കോട്ടയത്ത് ഒരു വിപ്ലവം തന്നെ അദ്ദേഹം സൃഷ്ടിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇവിടെ പരിശോധിക്കേണ്ടത് ഇതിന് പിന്നിലെ തരൂരിന്റെ ലക്ഷ്യം എന്താണ് എന്നാണ്. തിരുവനന്തപുരം രാജീവ് ചന്ദ്രശേഖരനെ വിട്ടുകൊടുത്ത് അദ്ദേഹം കോട്ടയത്തേക്ക് നീങ്ങുകയാണോ? എന്തായാലും കോൺഗ്രസ് ഇടിവെട്ടിയവരെ പാമ്പ് കടിച്ച അവസ്ഥയിലാണ്. തരൂർ CSI സഭയുടെ പരിപാടികളിലും മറ്റ് ക്രൈസ്തവ സഭകളുടെ വേദികളിലും പങ്കെടുത്തു. ഇത് കോൺഗ്രസ് ഹൈക്കമാൻഡിനെ വല്ലാതെ ചൊടിപ്പിച്ചു. അവർ പറയുന്നത് ഇത് ഗുരുതരമായ വീഴ്ചയാണെന്നാണ്. കോൺഗ്രസിനുള്ളിൽ നിന്ന് സഹായമില്ലാതെ ഇത് സാധ്യമല്ലെന്നും അവർ പറയുന്നു. അപ്പോൾ ചോദ്യം ഇതാണ്, ആരാണ് തരൂരിന് പിന്നിൽ? ഒരുപക്ഷെ തരൂർ അനുകൂല കോൺഗ്രസുകാർ തന്നെ ആകാം. എന്തായാലും കോട്ടയത്ത് ക്രൈസ്തവ സഭകളുടെ നിരവധി പരിപാടികളിൽ തരൂർ പങ്കെടുത്തു. CMS കോളേജിൽ കേരളത്തെക്കുറിച്ചുള്ള തന്റെ കാഴ്ചപ്പാടും അതിൽ യുവതയുടെ പങ്കും എന്ന വിഷയത്തിൽ അദ്ദേഹം പ്രഭാഷണവും നടത്തി. കേരളത്തെക്കുറിച്ച് പറയാൻ ക്രൈസ്തവ സഭയുടെ വേദി തരൂരിന് കിട്ടി. കോൺഗ്രസിന്റെ വേദികളാണെങ്കിൽ ഒഴിഞ്ഞു കിടക്കുന്നു. പാലാ രൂപതയുടെ പ്ലാറ്റിനം ജൂബിലിയിൽ തരൂർ പങ്കെടുത്തത് കോൺഗ്രസിനെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. കോൺഗ്രസ് പരിപാടികളിൽ പോലും തരൂരിനെ പങ്കെടുപ്പിക്കാത്തവർക്ക് പാലാ രൂപതയുടെ പിന്തുണ തരൂരിനുണ്ടെന്ന് കണ്ടപ്പോൾ അത്ഭുതമായി. തരൂർ കോൺഗ്രസിന്റെ നെഞ്ചത്തേക്ക് കത്രിക വെക്കുകയാണോ എന്ന് പോലും തോന്നിപ്പോകും. അതായത് മുമ്പ് മുസ്ലിം സംഘടനകളുമായി തരൂർ അടുത്തപ്പോൾ ലീഗിന് സന്തോഷമായിരുന്നു. എന്നാൽ മോദി സർക്കാരിനെ പ്രശംസിച്ചുകൊണ്ട് തരൂർ രംഗത്തെത്തിയപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ അദ്ദേഹത്തെ പാർട്ടിയുടെ ശത്രുവാക്കി പ്രഖ്യാപിച്ചു. എന്നിട്ടും പാലാ രൂപത അടക്കമുള്ളവർ തരൂരിനെ ഇപ്പോഴും അംഗീകരിക്കുന്നത് കോൺഗ്രസിന് ദഹിക്കുന്നില്ല. രാജ്മോഹൻ ഉണ്ണിത്താൻ MP പറയുന്നത് തരൂർ കോൺഗ്രസിന് നാശം വരുത്തുമെന്നാണ്. പാർട്ടിയിൽ നിന്നും പുറത്തുപോയി BJPയിലേക്ക് പോയി രക്തസാക്ഷി പരിവേഷം നേടാനാണ് തരൂർ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ആരോപിക്കുന്നു. ഇന്ദിരാഗാന്ധിയെ വിമർശിക്കുന്നവർക്ക് കോൺഗ്രസ് രക്തമില്ലെന്നും അതിനാൽ തരൂർ കോൺഗ്രസുകാരനല്ലെന്നും ഉണ്ണിത്താൻ തറപ്പിച്ച് പറയുന്നു. അപ്പോൾ കോൺഗ്രസിൽ രക്തപരിശോധനയും ആരംഭിച്ചോ? വോട്ട് ബാങ്ക് കളികൾ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ വോട്ട് ബാങ്ക് കോൺഗ്രസിന് അനുകൂലമായിരുന്നില്ല. ഈ വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടാക്കാൻ BJPയും ശ്രമിക്കുന്നുണ്ട്. ഈ സമയത്താണ് തരൂർ ക്രൈസ്തവ മേഖലകളിലൂടെ പടയോട്ടം നടത്തുന്നത്. കോൺഗ്രസ് ആകട്ടെ എന്റെ വോട്ട് എവിടെ പോയി എന്ന് ചോദിച്ച് തലയിൽ കൈവച്ചിരിക്കുന്നു. എന്തായാലും തരൂരിന്റെ ഈ നീക്കങ്ങൾ കോൺഗ്രസിന് തീർച്ചയായും തലവേദനകൾ സമ്മാനിക്കും എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട. അടുത്ത തെരഞ്ഞെടുപ്പിൽ തരൂരിന്റെ ഈ തന്ത്രപരമായ നീക്കങ്ങൾ കോൺഗ്രസിനെ എവിടെ എത്തിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ചിലപ്പോൾ തരൂർ കോൺഗ്രസിനെ രക്ഷിക്കാനായി വന്ന അവതാരമായിരിക്കും. എന്തായാലും തരൂരിന്റെ അടുത്ത നീക്കത്തിൽ എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ. പുതിയൊരു വാർത്തയുമായി വീണ്ടും എത്തും വരെ നന്ദി.